എനിക്കൊക്കെ എൻ്റെ നെയ്ബർഹുഡിലെ കുട്ടികളെ എനിക്ക് അങ്ങനെ അറിയത്തേ ഇല്ല. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക ആ ഒരു ഇതാണ്. പക്ഷെ കുറച്ചൊക്കെ എൻ്റെ അനിയനൊക്കെ പിന്നെ അറിയാം. അന്നത്തെ ആ ഒരു സമയത്തേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ ആ ഒരു അല്ലേ സോഷ്യലി അതൊരു ഡെയിലി റൂട്ടീൻ പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ വരാം, അയൽവക്കക്കാരായിട്ട് അങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തത് ശരിയാ. നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളുണ്ടാവും. പക്ഷെ നമ്മൾ പണ്ട് ഗ്രൗണ്ടിലും ഇതൊക്കെ പോയി കളിച്ചോണ്ടിരുന്ന ഇപ്പൊ ഒരു ടർഫിലും അങ്ങനെയൊക്കെ ജോയിന്റ് ആയിട്ട് അങ്ങനെയൊക്കെ കഫേസിലൊക്കെ മീറ്റ് ചെയ്യുന്നു. നമ്മള് അടുത്ത ചായക്കടയിൽ പോയി പൊറോട്ടയും ചാറും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഇപ്പോൾ ബർഗറും പിzzയും പരിപാടികളൊക്കെ കഴിക്കുന്നു. അത്രേ ഉള്ളൂ. ആക്ച്വലി സിജുചേട്ടൻ ഇതിനകത്തൊരു ടീച്ചർ ആണെന്ന് വിചാരിച്ചിട്ട് സിജുചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ചേട്ടൻ ഒരു ആക്ടർ ആയിരുന്നില്ലെങ്കിൽ ആരായി തീർന്നേനെ ചേട്ടാ? ചിലപ്പോൾ ഞാൻ പഠിച്ചത് നഴ്സിംഗ് ആണ്, ചിലപ്പോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യാതിരിക്കാം. ജർമ്മനി, കാനഡ അങ്ങനെ ഞാൻ UK പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് വിസ റിജക്റ്റ് ആയി. അത് കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ UK നേഴ്സായിട്ട് ആരെങ്കിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കണ്ടോ ഇഞ്ചക്ഷൻ എടുത്തിരുന്ന. സിജൻ ആക്ച്വലി 2 കാലഘട്ടവും ജീവിച്ചിട്ടുള്ള ആളാണ്. അതായത് നമ്മളുടെയൊക്കെ ആ ഒരു വൈബ് മനസ്സിൽ എവിടെയോ ഉണ്ട്, എന്നാൽ ഇപ്പോൾ പാർഷ്യലി പയ്യെ ആ ഒരു ഫാദർലി ഫീലിംഗും കൂടെ വരികയാണ്. ഇതിന്റെ രണ്ടിന്റെയും ബാലൻസ് ഒന്ന് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ ചേട്ടാ? അതങ്ങോട്ട് കൊണ്ടുവരാം. കുറച്ച് കാവ്യാത്മകമായ ഉത്തരം പറയൂ. അല്ല, അതിപ്പോ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുള്ളതാണോ? അതായത് ഇപ്പൊ മെഹക്ക് സ്കൂളിൽ പോവാൻ തുടങ്ങി, ആളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിലായിരുന്നു. കുറെ ടാൻട്രം ഉണ്ടാകും. ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ കുറെ കാര്യങ്ങൾ ഇപ്പൊ അവൈലബിൾ ആവേണ്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. മൊമെന്റ്സ് ഒക്കെ എനിക്ക് മിസ് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ പോയി ഇപ്പൊ ആ ടൈമിൽ ഫാദർലി മൊമെന്റ് എൻജോയ് ചെയ്യും. അതല്ലാത്ത സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ എന്താ ഇപ്പത്തെ കാലഘട്ടം അങ്ങനത്തെ ഇതൊക്കെ എൻജോയ് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പൊ 2 ആളും കൂടെ വീട്ടിലുണ്ടാവുമ്പോ എങ്ങനെയാണ് മറ്റേ ഓ എന്നുള്ള അവസ്ഥയാണോ? ചെറിയ രീതിയിൽ. കാരണം ഇപ്പം മെഹറിന് 3 വയസ്സായിട്ടുള്ളൂ. കുഞ്ഞത് നല്ല ചെറുതാണ്. ഇപ്പൊ 1 മാസം ആവുമ്പോ തോന്നുള്ളൂ. പേരാവുന്നുള്ളൂ. പേര് ഫൈനലൈസ് ചെയ്തിട്ടില്ല. 2 ദിവസത്തിനുള്ളിലാവും. അപ്പോ ഒരാള് ഉറങ്ങുന്ന സമയത്ത് വേറൊരാൾ എണീറ്റിരിക്കും, വേറൊരാൾ ഉറങ്ങുമ്പോഴത്തേക്കും അടുത്ത ആൾ എണീക്കും. ശ്രദ്ധിക്കാണോ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നല്ല പണി. ഞാനുള്ളപ്പോൾ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഞാൻ ടേക്ക് കെയർ ചെയ്യുന്ന പരിപാടിയാണ്. കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇച്ചിരി അല്ലാതെ ഇങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ 2 കുട്ടികളെ നോക്കാനായിട്ട് പാടുപെടുന്നു. പണ്ട് 5ഉം 10ഉം കുട്ടികളൊക്കെയാണ് ഒരു വീട്ടിലുണ്ടായിരുന്നത്. അല്ല, അന്നത്തെ 5ഓ 10നൊക്കെ പോലെ ഇന്ന് 1-2 മതി. അത്ര എണ്ണത്തിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നല്ലേ. ആൺകുട്ടികളുടെ അച്ഛന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ഇതിനെപ്പറ്റി നമ്മുടെ ഫേവറേറ്റ് സ്റ്റാർ ആയിട്ടുള്ള ടിനി ചേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കാണാം. പെൺകുട്ടികളെ നല്ല ഉടുത്തൊരുക്കി കൊണ്ടു നടക്കാൻ പറ്റും. നല്ല ഡ്രസ്സാണ് ഏഞ്ചൽസിന്റെ ഡ്രസ്സ്. ഈ ആമ്പിള്ളേർക്ക് ഒരു കളസം ഉണ്ട്, ഒരു ടീഷർട്ട് ഉണ്ട്. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരുക്കി കൊണ്ട് കിടക്കണമെന്ന് ഭയങ്കര ഡോള് പോലെയൊക്കെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. നമ്മളിപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലുമൊക്കെ പോയാലും മേടിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. പാൻറ് ഷർട്ട് അല്ലെങ്കിൽ ഷർട്ടും പാൻറ് ഇത് മാത്രമേ ഉള്ളൂ ആണുങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം കൂടി ചേരുന്നതാണല്ലോ നമുക്ക് ഒരു കുഞ്ഞിനെ കാണുന്ന. അപ്പോൾ അത് പക്ഷെ ഞാൻ ഏതൊരു ആളുടെ കുഞ്ഞിനെ കണ്ടാലും ഞാൻ അവരെ കളിപ്പിക്കും. അവരെ പെട്ടെന്ന് എൻ്റെ അടുത്ത് അടുക്കുകയും ചെയ്യും. കുട്ടികൾക്ക് അപ്പോൾ വന്ന് തോളത്ത് വന്നിരുന്നോളൂ. ആൾക്കാർ എൻ്റെ ശരീരം ഇതൊക്കെ കാണുമ്പോൾ ഇവൻ വേറൊരു ഇതിലേ കാണുള്ളൂ, ബോഡി ലാംഗ്വേജ്. പക്ഷെ പിള്ളേർ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഷാജോൺ ചേട്ടനെ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ പലതരത്തിലുള്ള പോലീസായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിന് ഒരു പോലീസ് ബന്ധമുണ്ട്. എന്താണെന്ന് കാണാം. ചാച്ചന് ഞാനൊരു പോലീസുകാരനാവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സമയത്ത്. പിന്നെ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചാച്ചന് തന്നെ മനസ്സിലായതുകൊണ്ട് പിന്നെ ചാച്ചൻ അതങ്ങ് നിർത്തിയതാണ്. അപ്പോൾ ചാച്ചൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്യാനും വില്ലൻ പോലീസാകാനും നല്ല പോലീസാവാനും ഒക്കെ ദൈവാനുഗ്രഹിച്ചപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ചാച്ചൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളത്തിലും അതേപോലെ തന്നെ തമിഴിലും ഓഡിയൻസിനെ വിസ്മയിപ്പിച്ച ഒരു ആക്ട്രസ് ആണ് അനുമോൾ. പക്ഷെ ഒരു ആക്ടർ ആകുന്നതിന് മുമ്പ് അനുമോൾ ഒരു കഥകളി ആർട്ടിസ്റ്റും ഡാൻസറും ഒക്കെ ആയിരുന്നു. ഇത് എത്രത്തോളം അനുമോളുടെ സിനിമ കരിയറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കേൾക്കാം. ശരിക്കും ഞാൻ ഡാൻസ് ബേസ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ടൈമിങ്ങിനൊക്കെ അത് ഭയങ്കര
ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു താളബോധം കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഒഴുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഡാൻസിൽ നിന്ന്. പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും സ്ക്രീനിൽ പെർഫോം ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ഈവൻ സ്ക്രീനിൽ തന്നെ പല വ്യത്യാസമുണ്ട്. ഇപ്പം ടി വിയിൽ വരുന്ന മിനി സ്ക്രീനിന് ഡിഫറൻസ് ഉണ്ട്, ബിഗ് സ്ക്രീനിന് ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആദ്യകാലത്ത് എൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ചമ്മൽ വരാറുണ്ട്. ഞാൻ അഭിനയിച്ചതാണോ ഡാൻസ് ചെയ്ത പോലെയാണ് ഞാൻ ഭയങ്കര ഓവർ എക്സ്പ്രഷനും അല്ലെങ്കിൽ കൈയും കാലും ഒക്കെ ഭയങ്കര ഓവറായിട്ട് ഉപയോഗിക്കുന്ന പോലെയും അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഡാൻസിൻ്റെ. അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ആദ്യകാലത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ടൈമിങ്ങും അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഒരു ആർട്ടിസ്റ്റിനാവുമ്പം നമുക്കറിയാണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കല പഠിച്ചു കഴിഞ്ഞാൽ അത് ഉപാസിച്ച് വരുന്ന ആളുകൾക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു അച്ചടക്കവും അല്ലെങ്കിൽ ഒരു ബഹുമാനമൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ആർട്ടിനോടൊക്കെ. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ അറിയാണ്ട് എൻ്റെ ഉള്ളിലേക്ക് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഇൻജെക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഐലി എന്ന സീരീസിലെ അനുമോളിലെ ക്യാരക്ടർ നമ്മളെല്ലാവരെയും ഒരുപാട് വണ്ടടിപ്പിച്ചതാണ്. ഐലിയെക്കുറിച്ച് അയലി എന്ന് പറയുന്നത് സീരീസാണ്. അയലിയിൽ എനിക്ക് തോന്നുന്നു അത് അമ്മ വേഷം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറുവമ്മാൾ എന്ന് പറയുന്ന ഒരേ സമയം ബോൾഡ്നെസ് കാണിക്കേണ്ടി വരുന്ന അതേപോലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള പുറംലോകം ഒട്ടും അറിയാത്ത ആ വീട്, ഹസ്ബൻഡ്, മകള്, അതിൻ്റെ ഒരു ചുറ്റുപാട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയാത്തൊരു സ്ത്രീയായിട്ടാണ് പുതുക്കോട്ടെ, തമിഴിൽ പുതുക്കോട്ടെ പോലെ ഒരു സ്ഥലത്തുള്ള ഒരു ഭയങ്കര ഗ്രാമീണ സ്ത്രീയായിട്ടാണ് അഭിനയിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ സ്വഭാവത്തിൽ നിന്ന് എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നൊരു കാരണം ആയിരുന്നു ഈ ചെറുപ്പത്തിലെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ കോൺഫ്ലിക്റ്റ് ആയിരുന്നു അഭിനയിക്കുന്നതൊക്കെ സമയത്ത്. പക്ഷേ അത് നന്നായി വന്നു. നല്ല അപ്രീസിയേഷൻസും ആക്സെപ്റ്റൻസും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അയലി. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം ആളുകൾ കൂടുതലും അയലി അമ്മ എന്ന് പറഞ്ഞിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ അകത്തെയും പുറത്തെയും വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ഡിസ്കോ രവീന്ദ്രൻ. സംതിങ് ന്യൂ ഐ തിങ്ക് സാറിന് കൊണ്ടുവരാനുണ്ട് വിഷ്വൽ ലിറ്ററസിയിലൂടെ. സോ എന്താണ് എക്സാക്ട്ലി മീൻ ചെയ്യുന്നത്? അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് സാറിൻ്റെ ആ ഒരു മൂവ്മെന്റ്? So basically, the literacy of the 21st century is visual literacy. Okay, like not just in cinema based ചെയ്തിട്ട് മാത്രം. No, because see, you go around, everywhere image is talking to you. Okay. Like now you are here, all these images are talking to you. Okay, all these decorations, everything is talking to you. So all these shape, space, color, tone, everything, trying to communicate to you. Without you knowing, you are consuming it. Now basically, you are the consumer of image. You are being controlled through image. Your advertisement, your dress buying, okay, through the image. Your choice, whatever, food, wherever you go. You came here only because of the look, the word and the Korean. So that it attracted people actually. So image is communicating. So you are surrounded with the image. So you need an ability, okay, to discriminate or analyze, okay, to produce, okay, or meaningful images, okay. That adinori literacy avashyam. That basically is actually in one word we call it വിഷ്വൽ ലിറ്ററസി, ദൃശ്യഭാഷ സാക്ഷരത. അതിപ്പോൾ വന്നിട്ട് വളരെയധികം മുമ്പിലേക്ക് വരുന്ന ഒരു ചിന്താഗതിയാണത് ആക്ച്വലി. കാരണം ബേസിക്കലി 60,000 ഫാസ്റ്ററാണ് നമ്മൾ ഇമേജ് റീഡ് ചെയ്യുന്നത് ദാൻ നമ്മൾ ടെസ്റ്റ് വായിക്കുന്നതിനേക്കാളും. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ അവർ ബ്രെയിൻ ഈസ് ഡിസൈഡ്. സോ ദിസ് ഈസ് actually we say it actually, like not me actually, people like you should to quote George Lucas and say that it's no good even though you have passed out the campus and you are not visually literate, you are not literate at all. So you should know, there are a lot of way actually, you can manipulate image. So there can control, in politically, economically, like or commercially or branding wise, the day-to-day daily life, now without confounding with images, okay. So
So image means, you know, body language, any constructed or natural, both, okay, or man created one, okay. Great. These images are like a natural image. You are confronting every time, every minute, every second now in this world. But you are not literate in that. That is called visual literacy. പത്മരാജൻ സാറിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ലോഹിതദാസ് സാറിൻ്റെ ഒക്കെ ഫിലിം ഫെസ്റ്റിവൽസ് ഓരോ സ്കൂൾസിലും സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ സാറ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്താണ്, അതായത് പുതിയ തലമുറയ്ക്ക് ഉള്ളൊരു ഇമ്പാക്ട് ഓൺ ഇറ്റ്? See, actually ഞാൻ ആ പ്രോജക്റ്റ് തുടങ്ങിയത് 2007 and 2008 കാലഘട്ടത്തിലാണ്. 2000 യെസ്, അതിൻ്റെ കാരണം 2007-2008 നമ്മൾ മലയാള സിനിമയ്ക്ക് ഇൻഫാക്റ്റ് ഒരു കുറച്ച് ഡൗൺ പീരീഡ് ആയിരുന്നു. ഒരു ഈ പറയുന്ന 1000 കോടി രൂപ അന്ന് കളക്ട് ചെയ്തിരുന്നില്ല. അന്ന് ഞങ്ങൾ എൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 60ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 60 ക്യാമ്പസുകളിൽ നമ്മൾ വന്ന് ഫെസ്റ്റിവൽ ചെയ്യുക എന്നുള്ളതാണ്. 60 മലയാള സിനിമ. അതിന് ഈച്ച് വന്ന ഫിലിം വന്നിട്ട് വിൽ ബി പ്രസൻറ്റഡ് ബൈ അതിൻ്റെ മെയിൻ ആക്ടറോ ഡയറക്ടറോ ആയിരിക്കും. അങ്ങനെ ആയിരുന്നു. അപ്പം മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് അവരുടെ പടങ്ങൾ ചെയ്യാനായിട്ട്. ഓരോ ക്യാമ്പസിലും വന്ന് കാണിക്കുക. മമ്മൂട്ടി 2-3 പ്രാവശ്യം, മമ്മൂട്ടിയായിരുന്നു മെയിൻ ആ പ്രോജക്റ്റിൻ്റെ. ആ സമയത്ത് ഞങ്ങൾ ഇടവേളകളിൽ ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായിരുന്നു. 60 ഈ ലോഹിതദാസ് സാറിൻ്റെ പുള്ളി വന്ന് ഞാൻ ഒരു 6 ക്യാമ്പസുകളിൽ സ്ക്രിപ്റ്റിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ലോഹിതദാസിൻ്റെയും പത്മരാജൻ്റെയും സ്ക്രിപ്റ്റുകൾ അന്ന്, കാരണം തിരക്കഥയ്ക്ക് വന്നിട്ടുള്ളത് നല്ല സിനിമകൾ ഉണ്ടാവണമെങ്കിൽ നല്ല തിരക്കഥകൾ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പത്മരാജൻ സാറിൻ്റെയും ലോഹിതദാസിൻ്റെയും സിനിമകളെ മാത്രം ഒരു പാക്കേജാക്കി, അതിൻ്റെ ഭരതൻ്റെയും ഇങ്ങനെ ഈ സിനിമകളൊക്കെ ആക്കിയിട്ട് നമ്മളൊരു ഫെസ്റ്റിവൽ 2007. കാരണം ഇവരുടെ മെയിൻ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 80ൻ്റെ 90ൻ്റെ നടുക്കുള്ള ഇവരുടെ വളരെ ഗംഭീരമായ മലയാള സിനിമയെ മറ്റ് ഇന്ത്യൻ സിനിമകളിൽ, ഞാൻ മറ്റെല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു മലയാളം. 70ൻ്റെ 80ൻ്റെയൊക്കെ എന്ന് പറയുന്നതിൻ്റെ അവസാന കാലം എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ സാറിൻ്റെയും അരവിന്ദിൻ്റെയും ഒക്കെ വന്നിട്ടുള്ള പീക്ക് ടൈമാണ്. എവറി ഇയർ ദേ ബ്രിങ് എ സിനിമ, അത് കാണാൻ ഫെസ്റ്റിവലിലെ ആൾക്കാർ, അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ടി വി ചന്ദ്രനൊക്കെ ഉണ്ട്, മനസ്സിലായോ? അങ്ങനെ KP കുമാരൻ സാർ അങ്ങനെ ഉണ്ടാക്കുന്നതിന് മിഡിൽ സിനിമ എന്നുള്ള ബേസിൽ KG ജോർജിൻ്റെ എവരിക, ഭരതൻ്റെ തകര തൊട്ടിട്ടുള്ള സിനിമകൾ, പത്മരാജൻ സാറിൻ്റെ വന്നിട്ടുള്ള സിനിമകൾ, പത്മരാജൻ ഡയറക്റ്റ് ചെയ്ത സിനിമകളും വന്നിട്ടുണ്ട്. യശോനൊക്കെ അഭിനയിച്ച പടം വന്നത്. അതേപോലെ തന്നെ പത്മനാഭൻ്റെ അരപ്പെട്ട് കിട്ടിയ ഗ്രാമം, ഇതൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലെ ജനറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പടമായിരുന്നു അത്. വളരെയധികം വന്ന് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 2007 ആയപ്പോൾ ഏകദേശം വന്നിട്ടുള്ളതിന് ഒരു 20-25 വർഷത്തിന് ശേഷം വരുന്ന മറ്റൊരു പുതിയൊരു കുട്ടി വരില്ല. അവൻ 25 വയസ്സാകുമ്പോഴത്തേക്കും അവൻ്റെ കാലഘട്ടത്തിൻ്റെ വേറൊരു സിനിമയിലേക്കാണ് അവന്. 15-18-20 വയസ്സാകുമ്പോൾ അവൻ സിനിമ ആണ്. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സിനിമയെ നമ്മൾ ഇവരിലേക്ക് എത്തിക്കാനും ഇതിനൊരു ഹിസ്റ്ററി എത്തിക്കാനും വേണ്ടിയിട്ടായിരുന്നു അത് നമ്മൾ ചെയ്തത്. അത് യെസ്.